ന്യൂക്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കോമ്പസിറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. കോമ്പസിറ്റിംഗ് മാത്രമല്ല, അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന ട്രാക്കിങ്, മാച്ച് മൂവിങ്, അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സും ചെയ്യാം, റോട്ടോസ്കോപ്പി എല്ലാം ചെയ്യാം. പക്ഷേ ഇത് 100% റോട്ടോസ്കോപ്പിക്ക് അനുയോജ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഹാർഡ് കോറായിട്ട് നമുക്ക് സില്ലൗട്ട് ഉണ്ട് റോട്ടോസ്കോപ്പിക്ക് വേണ്ടിയിട്ട്, അതുപോലെ ട്രാക്കിങ്ങിന് ഇക്വലൈസർ ഉണ്ട്. അങ്ങനെ പല പല സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് എന്താണ് ഒരു ഫുൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്തും ചെയ്തെടുക്കാം. പക്ഷേ എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാർഡ് കോർ സോഫ്റ്റ്വെയർസ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഹാർഡ് കോർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് കോമ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ അൺടൈറ്റിൽഡ് ന്യൂക്ക് എക്സ് എന്ന് പറഞ്ഞാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വെർഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ക് എക്സ് ആണ്. അപ്പോൾ സാധാരണ നമ്മൾ ന്യൂക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ന്യൂക്ക് എക്സ് എന്ന് പറഞ്ഞ ടാബ് കാണും, അതേപോലെ സാധാരണ ന്യൂക്കും കാണും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പല പല ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളുണ്ട്. അതായത് ക്യാമറ ട്രാക്കർ, അങ്ങനെ പല പല ഓപ്ഷൻസ് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂക്ക് എക്സ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാൽ മാത്രമേ എല്ലാ ഓപ്ഷൻസും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ന്യൂക്ക് എക്സ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എല്ലാ ഓപ്ഷൻസും അതിൻ്റെ അകത്ത് മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, ഇന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫയൽ, എഡിറ്റ്, വർക്ക് സ്പേസ്, വ്യൂവർ, റെൻഡർ, ക്യാഷ്, ഹെൽപ്പ്, സാധാരണ മെനുകൾ എടുക്കാൻ പറ്റുന്ന ടാബുകളാണ് ഉള്ളത്. സോ അതിൻ്റെ തൊട്ട് താഴെ വ്യൂവർ 1 എന്ന് പറഞ്ഞൊരു ടാബുണ്ട്. അതിൻ്റെ താഴെ RGBA ആൽഫ, RGB അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ള ആഫ്റ്റർ എഫക്ട്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ടൈം ലൈനാണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രാവശ്യം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈം ലൈനിൻ്റെ അകത്ത് പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോഡ് ഗ്രാഫാണ്. നമ്മൾ നോഡ് വെച്ചാണ് എല്ലാ വർക്കും ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ആഫ്റ്റർ എഫക്ട്സിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന എല്ലാം എന്തായിരുന്നു? ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ ഉപയോഗിച്ചാൽ ലെയർ ബേസ്ഡ് കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം നോഡ് ബേസ്ഡ് കൺസെപ്റ്റാണ്. അപ്പോൾ പല പല നോഡുകളും നമുക്ക് കാണാതെ പഠിച്ചു വെക്കേണ്ടി വരും ന്യൂക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത്. അതേപോലെ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, നോഡും അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഏരിയയും. ഇതിനെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ വർക്ക് ഏരിയയാണ്. ഇത്രയും ഏരിയക്കകത്തുള്ളത് മാത്രമേ നമ്മൾ റെൻഡർ ഔട്ടിൽ, അതായത് ഔട്ട്പുട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ, ഈ ഒരു ഏരിയ മാത്രം. അപ്പോൾ നമ്മൾ കഴ്സർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആക്സിസ് കാണിക്കുന്നുണ്ട്. മുകളിലോട്ട് പോകുമ്പോൾ വൈയും ഇങ്ങോട്ട് പോകുമ്പോൾ എക്സ് ആക്സിസും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് Z ആക്സിസ് ഇല്ല, കാരണം ഇതിൻ്റെ അകത്ത് 3D ഇല്ല. പക്ഷേ ഒറിജിനലായിട്ട് ഇതിൻ്റെ അകത്ത് 3D ഉണ്ട്. അതാണ് ആഫ്റ്റർ എഫക്ട്സ് ന്യൂക്ക് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ന്യൂക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 3D ഉണ്ട്. നമ്മൾ 3Dയിലോട്ട് വിശദമായിട്ട് പോകുന്നില്ല, പക്ഷേ നമുക്ക് 3D ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. നമ്മൾ കീബോർഡിൽ ടാബ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് 3Dയിലോട്ട് കയറാം. ഓക്കെ, നമുക്ക് 3Dയിലോട്ട് കയറാം. അപ്പോൾ 3D ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. വീണ്ടും ടാബ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2Dയിലോട്ട് പോകും. അപ്പോൾ അതിൻ്റെ അകത്ത് 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് Z ആക്സിസും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. Z ആക്സിസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ വീണ്ടും ടാബ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എപ്പോഴും 2D മാത്രമേ നമ്മൾ ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ ഒരു വർക്ക് ഏരിയ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും കീബോർഡിലെ മിഡിൽ മൗസ് ഉപയോഗിച്ച് നമുക്കിങ്ങനെ സൂം ഇന്നും ചെയ്യാം, സൂം ഔട്ടും ചെയ്യാം, മിഡ് മൗസ് ഉപയോഗിച്ച്. അതുപോലെ മിഡ് മൗസ് ഉപയോഗിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്ത് എല്ലാ ആക്സിസിലോട്ടും നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, നീക്കാനും പറ്റും. ഓക്കെ, സൂം ചെയ്യാൻ വേണ്ടിയിട്ട് മിഡ് മൗസ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവ് എഡിറ്ററാണ്. കർവ് എഡിറ്റർ നമ്മുടെ അനിമേഷനും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അനിമേഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ആഫ്റ്റർ എഫക്ട്സിലെ പോലെ തന്നെ, പക്ഷേ ആഫ്റ്റർ എഫക്ട്സിനെ കാട്ടി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ന്യൂക്ക് എല്ലാ കാര്യത്തിലും. ഗ്രാഫിൻ്റെ കാര്യത്തിലായിരുന്നാലും നോഡിൻ്റെ കാര്യത്തിലായിരുന്നാലും. പക്ഷേ മോശം ഗ്രാഫിക്സിൽ എന്താണ് ആഫ്റ്റർ എഫക്ട്സിൽ 10 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യം ന്യൂക്കിൽ ചിലപ്പോൾ അരമണിക്കൂർ എടുക്കും. ആ ഒരു വ്യത്യാസം മാത്രം അതും ഇതും തമ്മിലുണ്ട്. അപ്പോൾ മോശം ഗ്രാഫിക്സിന് ഇതിൽ ചെയ്യാൻ പറ്റുകയില്ല, പക്ഷേ നമ്മൾ കൂടുതൽ അതിൽ യൂസ് ചെയ്യുക. എഫക്ട്സിനും കോമ്പിനും മാത്രം ന്യൂക്കിനെ ഡിപ്പെൻഡ് ചെയ്യുക, ആഫ്റ്ററിനെ നമ്മൾ അതിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. അതായത് കൂടുതലും മോശം ഗ്രാഫിക്സ് തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഡോപ്പ് ഷീറ്റ് ഉണ്ട്. ഡോപ്പ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ വെക്കുന്ന അനിമേഷൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡോപ്പ് ഷീറ്റ് ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം ഇപ്പം തന്നെ. അപ്പോൾ നോഡ് ഗ്രാഫിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരാണ് വ്യൂവർ എന്ന് പറയുന്നത്. വ്യൂവർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാണുന്ന ഈ ഒരു ഔട്ട്പുട്ട് വ്യൂ ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ വ്യൂവർ എന്ന് പറയുന്നത്. ഈ വ്യൂവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഔട്ട്പുട്ട് ഏരിയ കാണാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ ഈ വ്യൂവറിൽ ക്ലിക്ക് ചെയ്ത ശേഷം കീബോർഡിൽ ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ വ്യൂവർ എന്ത് പറ്റും, ഹൈഡായി പോകും. അപ്പോൾ വ്യൂവറിൻ്റെ അകത്ത് വ്യൂവർ 1 എന്ന് ഇട്ടിട്ടുണ്ട്. 1 എന്ന് പറഞ്ഞാൽ വ്യൂവറിൻ്റെ ഷോർട്ട് കട്ടാണ്. അഥവാ ന്യൂക്കിൽ നിന്നും വ്യൂവർ റിമൂവ് ആയിട്ട് പോയാൽ കീബോർഡിൽ 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂവറിനെ തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, വീണ്ടും ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് റിമൂവ് ആയാൽ വീണ്ടും 1 പ്രസ് ചെയ്യുക, വീണ്ടും അതിനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും.
ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പ്രോപ്പർട്ടീസും ബാക്ക്ഗ്രൗണ്ട് റെൻഡറുമാണ്. ബാക്ക്ഗ്രൗണ്ട് റെൻഡർ അവിടെ നിന്നോട്ടെ. നമുക്ക് ആദ്യം പ്രോപ്പർട്ടി നോക്കാം. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്കിൽ മൊത്തത്തിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് 10 പ്രോപ്പർട്ടീസാണ് കാണിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ പല പല പ്രോപ്പർട്ടീസ് ഉണ്ട് ന്യൂക്കിൽ. ഇപ്പോൾ ബ്ലർ, ഗ്രേഡ്, അതൊന്നും അറിയണ്ട ഇപ്പോൾ തൽക്കാലം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ ഓരോരോ പ്രോപ്പർട്ടി ആയിട്ട് ചേഞ്ച് ആവുമെന്ന് നോക്കിയോ. ഇവിടെ 10 പ്രോപ്പർട്ടി ടോട്ടലി ഉണ്ട്. നമുക്കിപ്പോൾ കാണിക്കുന്ന ഒരു വ്യൂറിൻ്റെ ഒരു നോഡിൻ്റെ ഒരു പ്രോപ്പർട്ടി, രണ്ടാമത്തെ നോഡിൻ്റെ ഒരു പ്രോപ്പർട്ടി, മൂന്നാമത്തെ. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ 3 നോഡ്സ് ഉണ്ട്. അപ്പോൾ എത്രയും നോഡ്സ് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ നോഡ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, അത്രയും നോഡുകൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ പ്രോപ്പർട്ടി ബാറിൽ ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. വേണമെങ്കിൽ നമുക്കിതിനെ ക്ലോസ് ചെയ്യാം ഒരു നോഡിനെ. ഇല്ലയെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇപ്പോൾ ഒരു 3 നോഡ് ഉണ്ടെങ്കിൽ എനിക്ക് മൊത്തത്തിൽ രണ്ടെണ്ണം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വരിക. ഈ നോഡ് ഏരിയക്കകത്ത്, ഈ പ്രോപ്പർട്ടി പാനലിൻ്റെ അകത്ത്, നോഡ് ഏരിയ അല്ല പ്രോപ്പർട്ടി പാനലിൻ്റെ അകത്ത് സെലക്ട് ചെയ്യുക, 2 അടിക്കുക. 2 അടിച്ചു കഴിഞ്ഞാൽ 2 നോഡേ കാണുള്ളൂ, ഒരെണ്ണം അങ്ങ് ഹൈഡ് ആവും. ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 അടിക്കുക. 0 അടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും കാണത്തില്ല, ഒരു നോഡെങ്കിലും അവിടെ നിൽക്കും. അപ്പോൾ ഒന്നും കാണണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടി ബാറിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോപ്പർട്ടിയും അതിൻ്റെ അകത്ത് ഹൈഡ് ആവും. അപ്പോൾ എന്തെങ്കിലും ഒരു നോഡ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രോപ്പർട്ടി അവിടെ കാണിക്കുകയുള്ളൂ. ഓക്കെ, ഏതെങ്കിലും ഒരു നോഡ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രോപ്പർട്ടി റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കുകയുള്ളൂ. സെലക്ട് ചെയ്യുക, സാധാരണ പോലെ ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ നോഡെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ബാർ തന്നെയാണ്. വ്യൂവറിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ യെസ് അടിക്കുക. കീബോർഡിൽ യെസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോജക്റ്റ് സെറ്റിങ്സ് എല്ലാം ഇവിടെ കാണിക്കും. വ്യൂവറിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ട് യെസ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രോജക്റ്റ് സെറ്റിങ്സുകൾ കംപ്ലീറ്റ് കാണിക്കും. എന്തൊക്കെയാണ് പ്രോജക്റ്റ് സെറ്റിങ്സ്? അതിന് മെയിനായിട്ട് നമ്മൾ പ്രോജക്റ്റിൻ്റെ ഡയറക്ടറി, കമൻറ്റ്, നെയിം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രെയിം റേഞ്ച് ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ 1 മുതൽ 100 വരെയുള്ള ഫ്രെയിമാണ് ഇവിടെ കാണിക്കുന്നത് ഡീഫോൾട്ട്. സെയിം ആസ് ഫോട്ടോഷോപ്പും സെയിം ആസ് ആഫ്റ്റർ എഫക്ട്സ്. ഫോട്ടോഷോപ്പിൽ നമുക്ക് അനിമേഷൻ ചെയ്യാമല്ലോ ഫ്രെയിം, ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആഫ്റ്റർ എഫക്ട്സ് അതുപോലെ പ്രീമിയർ ഫ്രെയിം റേഞ്ച് ഉണ്ടല്ലോ നമുക്ക് എത്രയാണെന്നുള്ളത്. അതേപോലെ ഫ്രെയിം റേഞ്ചിൻ്റെ 1 മുതൽ 50 ആണെങ്കിൽ ഇവിടെ 50 ആക്കി കഴിഞ്ഞാൽ നമ്മളെ ടൈം സ്ലൈഡറിൻ്റെ അകത്ത് 50 ആവും, അല്ലെങ്കിൽ ഫ്രെയിം റേഞ്ചിൻ്റെ അകത്ത് 50 ആവും. ഓക്കെ, ഫ്രെയിം റേഞ്ചിൻ്റെ അകത്ത് 50 ആണ് കാണിക്കുന്നത്. ഫ്രെയിം പെർ സെക്കൻഡ് എത്ര ഫ്രെയിമിലാണ് നമുക്ക് റെൻഡർ ചെയ്യേണ്ടത്? 30 ആണെങ്കിൽ 30, 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണെങ്കിൽ 24 ഫ്രെയിംസ് പെർ സെക്കൻഡ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റീട്യൂൺ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫുൾ സൈസ് ഫോർമാറ്റ്, അതായത് 2K സൂപ്പർ 35 എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലാണ് ഇതിപ്പോൾ കിടക്കുന്നത്. കണ്ടല്ലോ, അത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് HD 720 കഴിഞ്ഞാൽ അതിനെ കണ്ടത് HD 720 മാറും. അപ്പം നമ്മുടെ ഇത് അനുസരിച്ച് നമുക്കൊരു പ്രോജക്റ്റ് വരുമ്പോൾ നമുക്ക് എത്ര സെറ്റിങ്സിലാണ് ചെയ്യേണ്ടത്, ആ സെറ്റിങ്സിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. NTSC, അതുപോലെ തന്നെ 4K വരെ നമുക്ക് യൂസ് ചെയ്യാം. 4K സിനിമാസ്കോപ്പ്, തിയേറ്റർ റെസൊല്യൂഷൻ, 4K സിനിമാസ്കോപ്പ്, അതുപോലെ തന്നെ 2K ആണെന്നുണ്ടെങ്കിൽ 2K റെസൊല്യൂഷൻ, 2K സിനിമാസ്കോപ്പ്. അങ്ങനെ ഏത് റെസൊല്യൂഷനാണ് നമുക്ക് വേണ്ടത് ആ റെസൊല്യൂഷനിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ റെസൊല്യൂഷനാണ് നോർമലി എല്ലാ ഫയൽ ഫോർമാറ്റ്സിലും വരുന്നത്. അതല്ലാതെ നമുക്ക് ഏതെങ്കിലും പുതിയ ഫയൽ ഫോർമാറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ന്യൂ ഉണ്ട്. അതിലൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ ഫയൽ ഫോർമാറ്റ് നമുക്ക് പ്രൊജക്റ്റിൻ്റെ പേരിൽ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പ്രൊജക്റ്റ് ഒന്ന് അടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫയലിൻ്റെ റെസൊല്യൂഷൻ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് എന്ന പേരിൽ 1828x1556 അങ്ങനെ ഒരു റെസൊല്യൂഷനിൽ നമുക്ക് നമ്മുടെ പുതിയൊരു ഫയൽ ഫോർമാറ്റ് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ HD 720 ആണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ടൈം റേഞ്ച് അല്ലെങ്കിൽ ഫ്രെയിം റേഞ്ച് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ട്വീക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സിമ്പിൾ ഒരു ടെക്സ്റ്റ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എടുക്കണമെങ്കിലും നോഡ് വെച്ചേ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുള്ളൂ. എന്താണ് നോഡ് വെച്ചിട്ട്? അപ്പോൾ ഞാൻ ടെക്സ്റ്റ് എടുക്കണമെങ്കിൽ പോലും എനിക്ക് ഇതിനകത്ത് നോഡ് എടുക്കണം. നോഡ് ഈസി ആയിട്ട് ഇതിനകത്ത് എടുക്കാൻ പറ്റും. കീബോർഡിൽ ടാബ് പ്രസ് ചെയ്യുക. ടാബ് പ്രസ് ചെയ്തിട്ട് ഏത് അക്ഷരമാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ TEX എന്ന് അടിക്കുമ്പോൾ തന്നെ ടെക്സ്റ്റ് ഡ്രോ എന്ന് പറഞ്ഞ സംഭവം വരും. TE ആണെങ്കിൽ വെറും T ആണെങ്കിൽ TU ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് അതിൻ്റെ അകത്ത് കാണിക്കും. TE ആണെങ്കിൽ TEU ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും കാണിക്കും. TEX ആണെന്നുണ്ടെങ്കിൽ TEX ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കും. അപ്പോൾ നമ്മുടെ തീരുമാനിക്കുക ഏതാണ് നമ്മുടെ നമുക്ക് വേണ്ട നോഡ് ഏതാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യുക TEXT.
അപ്പോൾ ടെക്സ്റ്റ് കൃത്യമായിട്ട് കിട്ടി. ടെക്സ്റ്റിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നോഡ് ഇതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് വരും. കണ്ടോ, ടെക്സ്റ്റ് എന്ന് പറയുന്ന നോഡാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് വന്നിരിക്കുന്നത്. കണ്ടല്ലോ, ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവം നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിലും വ്യൂവറിനെ എടുത്തിട്ട് ടെക്സ്റ്റിൽ കണക്ട് ചെയ്യുക. അതായത് ഇതാണ് ഇതിൻ്റെ ബേസിക് കണക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് വ്യൂവറിൽ കാണേണ്ടത് അതിനെന്ത് ചെയ്യുക, ടെക്സ്റ്റിലോട്ട് കണക്ട് ചെയ്യുക. അതാ ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിനെ തിരിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ വ്യൂവറിനെ തിരിച്ച് എന്ത് ചെയ്യാം, അതിലോട്ടും കണക്ട് ചെയ്യാം. അതിൽ കണക്ട് ചെയ്ത ശേഷം അതിൻ്റെ അകത്ത് ഒരു ടെക്സ്റ്റിൻ്റെ ഒരു ബോക്സ് ആക്റ്റീവ് ആവും. ആ ബോക്സിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് വരച്ചു കഴിഞ്ഞാൽ അത്രയും ഭാഗത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് സെയിം പ്രീമിയറിലും ആഫ്റ്ററിലും എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ടെക്സ്റ്റിൻ്റെ സെയിം പ്രോപ്പർട്ടി. ഫോട്ടോഷോപ്പ് വരെ വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാം. ജസ്റ്റ് കണക്ട് ചെയ്യുക, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം, ഇതിൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്തെന്ന് വെച്ചോ. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് എനിക്കതിന് ഏത് ആക്സസിലോട്ട് വേണമെങ്കിലും നീക്കാൻ പറ്റും. ഇങ്ങനെ നീക്കി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഏത് ആക്സസിൽ വേണമെങ്കിലും ഞാൻ നീക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലെല്ലാം ഈ RGB ആൽഫ അതെല്ലാം അങ്ങനെ വിട്ടേക്കുക, അതൊന്നും ഇപ്പം നമ്മൾ നോക്കുന്നില്ല. ഈ മെസ്സേജ് എന്ന് പറയുന്നതിൻ്റെ അകത്താണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്തു. സാധാരണ പോലെ ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, ആ ഒരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. കാരണം നമ്മൾ ആ ബോക്സ് ആണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്നത് അറേഞ്ച് ആവും. സാധാരണ ഫോട്ടോഷോപ്പിലെ സെയിം പ്രോപ്പർട്ടിയാണ്, അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ടോപ്പ്, സെൻറ്റർ, ബോട്ടം. പക്ഷെ നമ്മൾ ഇത് വരച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തായിരിക്കും ഇതിൻ്റെ അലൈൻമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫോണ്ട്, ഇഷ്ടമുള്ള ഫോണ്ട് പല ഫോണ്ട് ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ, ലൈറ്റ് ഇറ്റാലിക് ആണെങ്കിൽ ഇറ്റാലിക്, ബാക്കിയെല്ലാം ഫോട്ടോഷോപ്പിൻ്റെ സെയിം ഓപ്ഷൻ. ഫോണ്ടിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാം. പക്ഷേ എന്തായിരിക്കണം, ഇത് സെലക്റ്റഡ് ആയിരിക്കണം. സെലക്ട് ചെയ്താൽ മാത്രമേ ഈ താഴെയുള്ള ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഫോണ്ടിൻ്റെ വിഡ്ത്ത്, ഓക്കെ, അതേപോലെ തന്നെ ഫോണ്ടിൻ്റെ ഹൈറ്റ്, ട്രാക്കിങ്, ബേസ് ലൈൻ ഷിഫ്റ്റ്, ലീഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാധാരണ നമ്മൾ ഫോട്ടോഷോപ്പിൽ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ന്യൂക്കിൽ ഒരു അനിമേഷൻ ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ 1 മുതൽ 50 ഫ്രെയിം വരെ ഒരു അനിമേഷൻ ചെയ്യാൻ പോവുകയാണ് ഇതിനെ വെച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് അനിമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു എക്സ്ട്രാ നോഡ് വേണം. നമ്മൾ അനിമേഷൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ പ്രോപ്പർട്ടിയാണ് വേണ്ടത്? നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X ആക്സിസ്, Y ആക്സിസ്, ട്രാൻസ്ലേഷൻ വേണം, റൊട്ടേഷൻ വേണം, സ്കെയിൽ വേണം, അല്ലേ? റൊട്ടേഷൻ, ട്രാൻസ്ലേഷൻ, സ്കെയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലാണെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോപ്പർട്ടി ഉണ്ട്. ഇതിൻ്റെ അകത്ത് അത് പറ്റത്തില്ല. പകരം നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു നോഡും കൂടെ ആഡ് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ടാബ് അടിക്കുക, ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ നോഡ്. അതിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ നോഡ്. ഇതിൻ്റെ അകത്തൊരു സംഭവം ആക്റ്റീവ് ആയിട്ടുണ്ട്, ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ്. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫോമും നോഡ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ലേറ്റ്, Z ആക്സിസ്, Y ആക്സിസ്, റൊട്ടേറ്റ്, സ്കെയിൽ, സ്ക്യൂ ഓർഡർ, സെൻറ്റർ ഓഫ് X, സെൻറ്റർ ഓഫ് Y, ഇൻവേർട്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഷട്ടർ ആംഗിൾ, മോഷൻ ബ്ലർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ നോഡ് ഇതുണ്ടല്ലോ, ടെക്സ്റ്റ് നോഡ്, ഈ ടെക്സ്റ്റ് നോഡിനെ ട്രാൻസ്ഫോമുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വലിക്കുക, ഇതിൻ്റെ അകത്തേക്ക് ഇടുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ഡിസ്കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പം നമ്മളെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നമ്മളെ ഫ്ലോ ചാർട്ട് വരാം. ഫസ്റ്റ് ടെക്സ്റ്റ്, അതിൻ്റെ താഴെ നമുക്ക് വേണ്ട സംഭവം, അതിൻ്റെ ഇവിടെ നമുക്ക് വ്യൂവർ. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ സെൻറ്റർ പിവോട്ട് കണ്ട, സെൻറ്റർ പിവോട്ട് കറക്റ്റ് ആക്സസിലല്ലേ ഇരിക്കുന്നത്. എനിക്ക് സെൻറ്റർ പിവോട്ട് കറക്റ്റായിട്ട് പിടിക്കണമെങ്കിൽ കീബോർഡിലെ കൺട്രോൾ ഹോൾഡ് ചെയ്യുക. കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സെൻറ്റർ പിവോട്ട് നമുക്ക് ഏത് ആക്സസിൽ വേണോ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഓക്കെ, ഇപ്പോൾ സെൻറ്റർ പിവോട്ടിൽ നമുക്ക് ആക്സസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്യുക കേട്ടോ. കൺട്രോൾ ഹോൾഡ് ചെയ്ത് വെച്ച് ഇവിടെ വെച്ചിട്ട് ഫിക്സ് ചെയ്യുക. ഇനി ഫസ്റ്റ് ഫ്രെയിമിൽ വന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്തൊരു ബേസ് അനിമേഷൻ കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫോം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കീ വാല്യൂസ് നമുക്ക് ഇടാൻ പറ്റും. നമുക്ക് ഏത് ആക്സിസിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ ട്രാൻസ്ലേറ്റ് എക്സിലാണ് മൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രാൻസ്ലേറ്റ് എക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് കീ ഫ്രെയിം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സെറ്റ് കീ ഓൺ ഓൾ നോബ്സ് അങ്ങനെ കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോപ്പർട്ടിയിലും കീ വീഴും. അപ്പം നമുക്കത് വേണ്ട, ഒറ്റ പ്രോപ്പർട്ടിയിൽ മാത്രം കീ മതിയെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു കൈയുടെ അടയാളമുണ്ട്, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് കീ കൊടുക്കുക. അപ്പോൾ ഇതിൽ കൊടുത്താലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സിലും വൈയിലും വീഴും.
അപ്പം ഞാൻ പറയുന്നത് എനിക്ക് എക്സ് മാത്രം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഒരു പ്രാവശ്യം ഇവിടെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റ് കീ കൊടുക്കുക. അപ്പം നമുക്ക് ഒരൊറ്റ ആക്സിസിൽ മാത്രം നമുക്ക് കീ ഫ്രെയിം ഇടാൻ പറ്റും. ഒന്നുകൂടെ പറയാം, ഇവിടെ ട്രാൻസ്ലേറ്റിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റ് കീ ഓൾ നോബ്സ് കൊടുത്താൽ എല്ലാ നോബ്സിലും കീ വീഴും. ഇവിടെ ഒരു കൈയുടെ അടയാളമുണ്ട് അനിമേഷൻ മെനു, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് കീ ഇട്ട് കഴിഞ്ഞാൽ എക്സിനും വൈനും വാല്യൂ വീഴും. എക്സിന് മാത്രം മതി എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റ് കീ എടുക്കുക, ഒരു ആക്സിസിന് മാത്രം കീ ഫ്രെയിം വീഴും. അപ്പോൾ കീ ഫ്രെയിം ഇതിൻ്റെ അകത്ത് വീഴുന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തൊരു ബ്ലൂ കളറിൽ ഒരു ടാബ് വന്നിട്ടുണ്ട്. അതിനെ സ്വല്പം അങ്ങോട്ട് നീക്കുക. അപ്പോൾ എനിക്ക് 15 മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ, ഇതിൽ പിടിച്ചിട്ട് അങ്ങ് നീക്കി വെച്ച് കൊടുത്താൽ മതി ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണാൻ പറ്റും 404 എക്സ് ആക്സിസിലോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു സിമ്പിൾ അനിമേഷൻ കാണാൻ പറ്റും. ഓക്കെ, കാണാമല്ലോ, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അനിമേഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിതാ 1 നിന്നും എത്രയാണ് 15 ഫ്രെയിം വരെ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 15ൻ്റെ അടുത്ത് 16 ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ടൈം ലൈനിൽ. ഓക്കെ, നമ്മൾ ആഫ്റ്റർ എഫക്ട്സിലാണെങ്കിൽ നമുക്കത് പോസിബിൾ ആണ്, ടൈം ലൈനിൻ്റെ അകത്ത് നമുക്ക് പോസിബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അത് പോസിബിൾ അല്ല. അപ്പോൾ ഇതിപ്പം കുറച്ച് ഫാസ്റ്റായി പോയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്ലോ ആക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ താഴെ കാണുന്ന ഡോപ്പ് ഷീറ്റ്. ഡോപ്പ് ഷീറ്റിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഡോപ്പ് ഷീറ്റിൽ ഇപ്പോൾ കാണിക്കും കീ ഫ്രെയിം. ഇത് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് കീ ഫ്രെയിം. അപ്പോൾ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു നോഡിൻ്റെ അകത്ത് ട്രാൻസ്ലേറ്റ് എക്സിൻ്റെ അകത്ത് ആ ആക്സിസിൻ്റെ അകത്തുള്ള വാല്യൂ ഇത്രയും ഭാഗം മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ 15നെ ഡ്രാഗ് ചെയ്യാം, നമുക്ക് ഈ 15നെ ക്ലിക്ക് ചെയ്യാം, എടുത്ത് 35 ആണെങ്കിൽ 35 ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നോക്കിയേ, അവിടെ നിന്ന് മൂവ് ചെയ്ത് 35 പോയി. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ മൂവ് ചെയ്യും. ആദ്യം ഇത് കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷേ എന്താണ് കുറച്ച് വർക്ക് ചെയ്ത് വരുമ്പോൾ ഇതാണ് ആക്ച്വലി എളുപ്പം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അനിമേഷൻ കൺസെപ്റ്റ്. ഇനി രണ്ടാമതൊരു കാര്യം പറയാം, ഇതിൻ്റെ അകത്ത് മൊത്തം എത്ര ഫ്രെയിംസ് ഉണ്ട്? 50 ഫ്രെയിം ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രോപ്പർട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ വ്യൂവറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എസ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടി കിട്ടും. അപ്പം ഞാൻ ഈ ഫ്രെയിം റേഞ്ചിൻ്റെ അകത്ത് 100 ആക്കിയപ്പോൾ എന്ത് പറ്റി? 100 ആക്കുന്ന സമയത്ത് ഫ്രെയിം റേഞ്ച് കംപ്ലീറ്റ് ആയിട്ട് 100 ഉണ്ട്. പക്ഷേ അനിമേഷൻ എനിക്ക് എത്ര ഉണ്ട്? അനിമേഷൻ അത്രയും ഫ്രെയിംസ് ഇല്ല, ഒരു 35 ഫ്രെയിംസ് ഇതിൻ്റെ അകത്ത് അനിമേഷൻ ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് നമ്മൾ ഉള്ള അനിമേഷൻ മാത്രം നമുക്ക് കണ്ടാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഒരു ഫുട്ടേജ് വലിച്ചിട്ട് ഒരു ഫുട്ടേജ് ഡ്രാഗ് ചെയ്തിട്ട് അപ്പോൾ ആ ഫുട്ടേജിൻ്റെ അകത്ത് മൊത്തത്തിൽ 100 ഫ്രെയിംസ് ഉണ്ട്. പക്ഷേ ഫുട്ടേജിൻ്റെ അകത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് 50 അല്ലെങ്കിൽ 35 ഫ്രെയിമേ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട അനിമേഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്ലിപ്പിൻ്റെ അകത്തുള്ള അനിമേഷൻ അല്ലെങ്കിൽ സീക്വൻസ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഗ്ലോബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഫ്രെയിമിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള എത്ര ഫ്രെയിംസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും ഫ്രെയിംസിനെ കാണിക്കുന്നതാണ് ഗ്ലോബൽ മാറ്റിയിട്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ എത്ര അനിമേഷൻ ഉണ്ട് അത്രയും മാത്രമേ കാണിക്കുകയുള്ളൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്ലോബലും ഇൻപുട്ടും. അപ്പോൾ ഗ്ലോബൽ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഗ്ലോബൽ കാണിക്കും, ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള അനിമേഷൻ മാത്രമേ നമ്മളതിൽ കാണിക്കുകയുള്ളൂ. ഫുൾ അനിമേഷൻ കാണേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് അനിമേഷൻ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് ആക്കി കൊടുക്കുക, സെലക്ട് ചെയ്യുക ഇൻപുട്ട്. ഗ്ലോബൽ ആണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക ഗ്ലോബൽ. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് അവരെ ആക്കാം. നമുക്കിവിടെ ടൈപ്പ് ചെയ്തിട്ട് 35 ആക്കി കഴിഞ്ഞാൽ ഇൻപുട്ടായി. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് എത്ര കീ ഫ്രെയിം കിടന്നാലും 250 ഇവിടെ കിടന്നാലും നമുക്കിത് ഇൻപുട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു കീ ഫ്രെയിംസ് മാത്രമേ കാണുള്ളൂ. ഓക്കെ, 100 ആണെങ്കിൽ 100. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഈ അനിമേഷൻ എനിക്ക് വീണ്ടും റീട്യൂൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ട്രാൻസ്ഫോമിലോട്ട് വരിക, ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓട്ടോ കീ ഫ്രെയിമാണ് ഇതിൻ്റെ അകത്ത്. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ന്യൂക്കിൻ്റെ അകത്ത് ഓട്ടോ കീ ഫ്രെയിമാണ്. ഓക്കെ, ഓട്ടോ കീ ഫ്രെയിം ഓഫ് ചെയ്യാൻ പറ്റുമോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം ന്യൂക്ക് ഡീഫോൾട്ടായിട്ട് ഓപ്പൺ അപ്പ് ആക്കുന്ന സമയത്ത് എന്താണ് ഡീഫോൾട്ട് കീ ഫ്രെയിം ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ 15 ഇപ്പോൾ ഈ 35 എന്നുള്ളതിൻ്റെ മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിതിനെ മാറ്റി വയ്ക്കാം ഇങ്ങനെ. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഫസ്റ്റ് ഫ്രെയിമും കൂടെ സാധാരണ അനിമേഷൻ പോലെ തന്നെ മാറ്റി വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അനിമേഷൻ ഈ മിഡിലെ ഫ്രെയിമിന് എനിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റ് കീ, എന്നിട്ട് അതിനെ നമുക്ക് നീക്കി വയ്ക്കാം. ഏത് ആക്സിസിലോട്ട് മൂവ് ചെയ്യണം ആ ആക്സിസിൽ. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ വൈ കൊടുത്തിട്ടില്ല, ഇപ്പോൾ എക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് എക്സ് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വൈ ക്ലിക്ക് ചെയ്യുക, സെറ്റ് കീ ഫ്രെയിം കൊടുക്കുക. അതേ കണക്ക് വൈയുടെ അവസാനം ക്ലിക്ക് ചെയ്യുക, സെറ്റ് കീ ഫ്രെയിം കൊടുക്കുക. അതിനുശേഷം മിഡിൽ വന്നിട്ട് നമുക്ക് മൂവ് ചെയ്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു കർവ് വരും. ആ കർവിൻ്റെ അതുവഴി ഇതാ ഇങ്ങനെ ഒരു അനിമേഷൻ മൂവ് ചെയ്യും.
കാരണം നമ്മൾ നേരത്തെ എക്സ് ആക്സിസ് മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഈ സാധാരണ കർവ് ഉണ്ടല്ലോ, നമ്മൾ ആഫ്റ്ററിൽ കാണുന്ന അതേ ആഫ്റ്റർ എഫക്ട്സ് കാണുന്ന അതേ കർവ് തന്നെയാണ്. ആ കർവിന് നമുക്ക് സെലക്ട് ചെയ്യാം. മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കർവിന് അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഏത് ആക്സസിൽ വേണമെങ്കിലും നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനനുസൃതമായിട്ട് നമുക്ക് അനിമേഷൻ എന്താവും, ചേഞ്ച് ആയിക്കോളും. ടൈം ലൈനിൽ കാണിക്കുന്ന ബ്ലൂ ആണ് കീ ഫ്രെയിംസ്. നമുക്കിപ്പോൾ ഉദാഹരണത്തിന് 17 എന്നുള്ളത് ഒരു 26 വെച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ എവിടെ വെച്ച് നീക്കിയാൽ അവിടെ കീ ഫ്രെയിം കാണിക്കും. ഇങ്ങനെ. അപ്പം 36 എന്നുള്ളത് കുറച്ചും കൂടെ നീക്കണമെന്നുണ്ടെങ്കിൽ 36 ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ 36ന്റെ ആ ഒരു കീ ഫ്രെയിം 36 വരും. അപ്പോൾ കൂടുതൽ അനിമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 60ാമത്തെ കീ ഫ്രെയിമിൽ വെച്ചിട്ട് വീണ്ടും നമുക്കതിനെ നീക്കാം. ഓക്കെ, ഏത് ആക്സിസിൽ വേണം ആ ആക്സിസിൽ നമുക്കതിനെ നീക്കാൻ പറ്റും. ഇങ്ങനെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്സിസിലാണ് ഇതിപ്പോൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡോപ്പ് ഷീറ്റ് ആണ്. ഡോപ്പ് ഷീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ എല്ലാ കീ ഫ്രെയിംസും നമുക്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിനെ അടുപ്പിക്കാം. ഓക്കെ, കീബോർഡ്, അതായത് ന്യൂക്ക് എല്ലാം ഒരേ കണക്കാണ് ഹാൻഡിൽ ചെയ്യണം. എല്ലാം മിഡ് മൗസ് ആണ്. ഇതെന്താ ഉണ്ടോ, മിഡ് മൗസ് ആണ്. മിഡ് മൗസ് വെച്ച് നീക്കാം, മിഡ് മൗസ് വെച്ച് സ്കെയിൽ ചെയ്യാം, സ്കെയിൽ ഔട്ട് ചെയ്യാം, മിഡ് മൗസ് വെച്ച് വീണ്ടും സ്കെയിൽ ചെയ്യാം. എല്ലാം മിഡ് മൗസ് ആണ്. സെയിം പ്രോപ്പർട്ടി ഓഫ് നോഡ് ഗ്രാഫ്. നോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നോഡിന്റെ അതേ പ്രോപ്പർട്ടി തന്നെയാണ് ഡോപ്പ് ഷീറ്റിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഓരോ ഇത് നമുക്ക് എടുക്കാം. ട്രാൻസ്ലേറ്റ് വൈ മാത്രം മതിയെങ്കിൽ വൈയിലോട്ട് ക്ലിക്ക് ആവും, എക്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ എക്സിലോട്ട് ക്ലിക്ക് ആവും. ട്രാൻസ്ലേറ്റ് ആണെങ്കിൽ എല്ലാം ഒരുമിച്ച് ക്ലിക്ക് ആവും. വൈ ആക്സിസ് വൈ, എക്സ് ആക്സിസ് എക്സ്. ട്രാൻസ്ഫോം ആണെങ്കിൽ മൊത്തത്തിലുള്ളത് ട്രാൻസ്ലേറ്റും ട്രാൻസ്ഫോമും ഒരൊറ്റ ഇത്. ബാക്കി രണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഞാൻ പറഞ്ഞ കർവ് എഡിറ്റർ. ഇതാ അത് സെയിം ആസ് എന്താണ്, സെയിം ആസ് നമ്മുടെ ആഫ്റ്റർ പോലെ തന്നെ. എക്സ് വാല്യൂ മാത്രമാണെങ്കിൽ എക്സ് വാല്യൂ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എക്സ് വാല്യൂ മാത്രമാണ്. എക്സ് വാല്യൂ നമുക്ക് നീക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്വല്പം ഒന്ന് മുകളിലോട്ടാക്കിയിട്ട് ഇതിൻ്റെ എക്സ് വാല്യൂ നമുക്ക് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് മാനുവലായിട്ട് നീക്കാം. ഇതാ നീക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നീക്കിയാൽ അതിൻ്റെ അനിമേഷൻ കുറച്ചും കൂടെ സ്മൂത്ത് ആവും. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഓക്കെ, അനിമേഷൻ സ്മൂത്ത് ആവും. അപ്പം നമുക്ക് ഇതിനെ നീക്കണമെന്നുണ്ടെങ്കിൽ കർവ് വെച്ച് നീക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് ചെയ്യും. ഇപ്പോൾ എക്സ് ആക്സിസ് ആണ്. അപ്പോൾ വൈ ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കർവാണ്. ആ കർവ് ഈ സെയിം കർവ് പോലെ, ഈ സെയിം കർവ് പോലെ ഇതിങ്ങനെ മൂവ് ചെയ്തിട്ട് അവിടെ വന്നിട്ട് ഒരു പെട്ടെന്നൊരു അടിയുണ്ട്. ഇവിടെ ടക്ക് എന്നൊരു അടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട്, ശ്രദ്ധിക്കണം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ നീക്കാം. അതുപോലെ ഇതിൽ സെലക്ട് ചെയ്ത് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്വല്പം അഡ്ജസ്റ്റ് ചെയ്യുക, സ്വല്പം നീക്കുക. ഈ ആക്സിസ് ആണെങ്കിൽ നമുക്ക് സ്വല്പം അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു അടി മാറിയിട്ട് നമുക്ക് സ്മൂത്ത് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആഫ്റ്റർ എഫക്ട്സിന്റെ സെയിം ആണ്. പക്ഷെ ആഫ്റ്റർ എഫക്ട്സിൽ ഇത്രയും കർവ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. ഇത്രയും യൂസർ ഫ്രണ്ട്ലി അല്ല ആഫ്റ്റർ എഫക്ട്സിലെ കർവ്. ഇതിന്റെ കർവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മായ പോലെയാണ് അവർ ചെയ്തിരിക്കുന്നത്. മായയുടെ കർവ് എഡിറ്റർ പോലെ അത്രയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആഫ്റ്റർ നമുക്ക് കുറച്ച് കൺഫ്യൂഷനാണ് ആഫ്റ്റർ എഫക്ട്സിൻ്റെത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് നീക്കി, ഇതിനെ സെലക്ട് ചെയ്തു. ഇതാണ്ടോ കറക്റ്റ് ആ കൺസ്ട്രെയിൻ അവിടെ തന്നെ നിൽക്കുക. ആഫ്റ്ററിലാണെങ്കിൽ ജമ്പ് ചെയ്തൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ താഴ്ത്തും തോറും പൊക്കും തോറും അതിന്റെ മാറ്റം നമുക്ക് കാണാൻ പറ്റും. കർവ് താഴും തോറും ഇതാണ്ട ആ ഒരു പർട്ടിക്കുലർ കർവും താഴും, അതേപോലെ അനിമേഷനും ആ ഒരു വൈ ആക്സിസ് താഴ്ന്നു വരും. ഇതിന്റെ ഏരിയ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, പക്ഷെ അതിന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്രാഫ് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുക. ഫുൾ ഗ്രാഫ്, ഇത് ഗ്രാഫ് എഡിറ്റർ, ഗ്രാഫ് കർവ് എഡിറ്റർ. ഇത് ആഫ്റ്റർ എഫക്ട്സിൽ നമുക്ക് വാല്യൂ ഗ്രാഫും സ്പീഡ് ഗ്രാഫും ഉണ്ട്. ഇതിൻ്റെ അകത്ത് അങ്ങനെയില്ല, ഒരൊറ്റ ഗ്രാഫ് മാത്രമേ ഉള്ളൂ. സ്പീഡ് ഗ്രാഫ് അങ്ങനെയില്ല, കാരണം അത് മോഷൻ ഗ്രാഫിക്സ് ആയതുകൊണ്ടാണ് അത് രണ്ടും കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയില്ല, നമുക്ക് മാനുവലി വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് ഒറ്റ ഇതേ ഉള്ളൂ, ഇത് മാത്രം ആക്കിയിട്ടുള്ളൂ. എക്സും വൈ ആക്സിസ് ഏത് മൂവ്മെന്റ് ഉണ്ട് ആ മൂവ്മെന്റ് ഗ്രാഫ് മാത്രം, അല്ല വേറെ അതിൻ്റെ അകത്തൊന്നുമില്ല. വാല്യൂസ് ഒക്കെ അത് ഇവിടെ കാണിച്ചു തരും, ഏതാണ് വാല്യൂ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 2 സെലക്ട് ചെയ്ത് നീക്കുക എന്ന് പറഞ്ഞാൽ 2 സെലക്ട് ചെയ്ത് നീക്കാൻ പറ്റും. ഇത് ആഫ്റ്ററിൽ നീക്കാൻ പറ്റും, പക്ഷെ ആഫ്റ്ററിൽ എന്താണ് നമുക്ക് കുറച്ച് മെനക്കേടാണ് ഇതിനെ നീക്കി എടുക്കുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ മോഷൻ ഗ്രാഫിക്സിന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അത്രയും പവർഫുൾ ആണ്. അതിന് ഗ്രാഫും കൂടെ ഇങ്ങനെ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി അനിമേഷൻ പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. ഒരു അനിമേറ്റർ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ന്യൂക്കിന്റെ ഗ്രാഫാണ് അനിമേറ്ററിന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് സിമിലർ ആണ്. ന്യൂക്കും മായയുടെ ഗ്രാഫും തമ്മിൽ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. ആഫ്റ്റർ എഫക്ട്സിന്റെ ഓക്കെ ആണ്, പക്ഷെ നമുക്ക് ഇത്രയും ഇതിന്റെ അകത്ത് കിടന്ന് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കമ്പയർ ചെയ്യുന്ന സമയത്ത്.
ഓക്കെ, ഇതാണ് ഇത്രയും മനസ്സിലായല്ലോ. ഗ്രാഫ്, ഡോപ്പ് ഷീറ്റ്, അതുപോലെ തന്നെ നോഡ് ഗ്രാഫ്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ എന്തൊക്കെ മെനുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മീൻസ് നോട്ട്സ് ഇതിൻ്റെ അകത്ത് എങ്ങനെ ആഡ് ചെയ്യും നോക്കാം. ഞാനിപ്പം ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന ട്രാൻസ്ഫോം ഇവിടെയാണ്, ടെക്സ്റ്റ് കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ട ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അനിമേഷൻസ് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അകത്ത് വേറെ ഇൻഫർമേഷൻസ് ഉണ്ടെന്നാണ് ഇത് ഈ കാണിക്കുന്നത്. ഉണ്ടല്ലോ, ഒരു എയിൽ വട്ടം ഇട്ടിരിക്കുന്നത് ഇൻഫർമേഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്ത് ഇൻഫർമേഷനാണുള്ളത് ഇതിൻ്റെ അകത്ത്? ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഇതിൻ്റെ അകത്ത് നമ്മൾ അനിമേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഇൻഫർമേഷനാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് ഡിസ്കണക്ട് ചെയ്താൽ ആ ഇൻഫർമേഷനൊന്നും ഇതിൽ നിന്ന് പോകത്തില്ല, അത് അതിൻ്റെ അകത്ത് തന്നെ കിടക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ കിടക്കും. പക്ഷേ വ്യൂവറിൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാണ്ടോ ഇങ്ങനെയാണ് അനുഭവം. വ്യൂവറിൽ അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, വർക്ക് ചെയ്യത്തില്ല ഒന്നും. അപ്പം നമുക്ക് ഇതിൻ്റെ ടോപ്പിലൊന്ന് ഇട്ട് നോക്കാം, ടെക്സ്റ്റിൻ്റെ മുകളിൽ ട്രാൻസ്ഫോം ഇട്ട് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ഇപ്പം നോക്കിയേ, ടെക്സ്റ്റിൻ്റെ മുകളിൽ ട്രാൻസ്ഫോം ഇട്ടിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം കാരണം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ മുകളിലാവുമ്പോൾ എന്ത് പറ്റും? അത് വ്യൂറുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷനും അല്ല, അത് ടെക്സ്റ്റിന്റെ മുകളിലാണ്. അപ്പൊ ടെക്സ്റ്റിന്റെ പ്രോപ്പർട്ടി അല്ല. അപ്പൊ എന്താണ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള പാരന്റ്. ചൈൽഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ താഴെ കിടക്കണം, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇതാണ് അപ്പം ആ ഒരു എന്താണ് ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? മുകളിൽ ഒറിജിനൽ ഒബ്ജക്റ്റ്, താഴെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം. അപ്പൊ എനിക്ക് ഇതിനെ കുറച്ചൊന്ന് ബ്ലർ ചെയ്യണമെന്ന് വിചാരിക്കുക. ടെക്സ്റ്റിനെ എനിക്ക് ബ്ലർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ ടെക്സ്റ്റിനെ ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്ലർ ടൂളാണ്. ടാബ് അടിക്കുക, BLUR, ബ്ലറിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ബ്ലറിന്റെ ടെക്സ്റ്റിന്റെയും ട്രാൻസ്ഫോമിന്റെയും ഇടയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ബ്ലർ ചെയ്ത് നോക്കാം. ബ്ലർ ആവുന്നുണ്ട്. ഇനി അനിമേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അനിമേഷനും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസ്ഫോമിന്റെ അടിയിൽ വെച്ച് നോക്കാം. ട്രാൻസ്ഫോമിന്റെ അടിയിൽ ബ്ലർ വെച്ച് കഴിഞ്ഞാലും ഇതാ ബ്ലർ ആവും. അപ്പം രണ്ട് പ്രോപ്പർട്ടിക്കകത്ത് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യും. അപ്പം മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അകത്ത്? ട്രാൻസ്ഫോമും ടെക്സ്റ്റും ആണ് മെയിൻ. അപ്പം നമുക്ക് ടെക്സ്റ്റിന്റെ പുറത്ത് വെച്ച് നോക്കാം. ഇതിനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ബ്ലറിൻ്റെ എടുത്തിട്ട് ടെക്സ്റ്റിന്റെ മുകളിൽ വെച്ച് നോക്കാം. എന്നിട്ടൊന്ന് ബ്ലർ ചെയ്ത് നോക്കാം. കണ്ടോ, ബ്ലർ ആവത്തില്ല. ഓക്കെ, ഒന്നുകിൽ ടെക്സ്റ്റിന്റെ താഴെ അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ ട്രാൻസ്ഫോമിന്റെ താഴെ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ബ്ലർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് അനിമേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്ലറിന്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കൊരു 30ാമത്തെ ഫ്രെയിമിൽ വരുമ്പോൾ അല്ലെങ്കിൽ 23ാമത്തെ ഫ്രെയിമിൽ ഇത് ബ്ലർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ സാധാരണ ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടി റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കും. ഇതിന്റെ സൈസ് 0.4 ആണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റ് കീ 0.4 ആണ് ഫസ്റ്റ് കീ. അപ്പോൾ എനിക്ക് 23ാമത്തെ ഫ്രെയിമിൽ ഇതിനെ ബ്ലർ ചെയ്യണം. ഓക്കെ, 23ാമത്തെ ഫ്രെയിമിൽ ഞാൻ ഇതിനെ ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നോക്കി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ആവും. 23ാമത്തെ ഫ്രെയിമിൽ ബ്ലറായി. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഇത് ഓട്ടോമാറ്റിക് കീ ഫ്രെയിം കിടക്കുകയാണ്, ബ്ലർ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. കണ്ടോ? അപ്പോൾ എനിക്ക് വേണ്ട അങ്ങനെയല്ല. എനിക്ക് ഒരു പർട്ടിക്കുലർ ഫ്രെയിം കഴിഞ്ഞിട്ട് ബ്ലറായാൽ മതിയെങ്കിൽ 18ാമത്തെ കീ ഫ്രെയിമിൽ നമ്മൾ 0.4 കൊടുക്കുക. അപ്പോൾ അതുവരെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും 0.4. അത് കഴിഞ്ഞിട്ടായിരിക്കും അത് ബ്ലർ ആവുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്ക് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ബ്ലറിൻ്റെ വാല്യൂ നമുക്കിവിടെ അറിയാൻ പറ്റും. ഇതാ, അല്ലെങ്കിൽ F അടിക്കുക കേട്ടോ. സൂം ഔട്ടായി പോയി കഴിഞ്ഞാൽ, ഗ്രാഫ് സൂം ഔട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ F അടിക്കുക. F അടിച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ ഇതാ ഇവിടെ വരെ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് ലൈനാണ്. കണ്ടോ, സ്ട്രെയിറ്റ് ലൈനാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാണ്. കണ്ടോ ഇവിടെ ഗ്രാഫ്? അപ്പം ഞാൻ ഈ കോൺസ്റ്റന്റിനെ സ്വല്പം ഒന്ന് ബ്രേക്ക് ചെയ്യുക. ഇവിടെ വെച്ചിട്ട് കോൺസ്റ്റന്റിനെ സ്വല്പം അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വാല്യൂ കയറിയിട്ട് അവിടെ എത്തുമ്പോൾ നന്നായിട്ട് ബ്ലർ ആവും. അപ്പോൾ അവിടെ നിന്ന് വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് നമുക്ക് സ്വല്പം ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വരും. കണ്ടോ, നമുക്ക് ഈ രണ്ട് പിടുത്തം ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിന് ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഏത് ആക്സസിൽ വേണോ ആ ആക്സസിൽ വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡോപ്പ് ഷീറ്റിൻ്റെ അകത്ത് ബ്ലറുണ്ട്. ഏതൊക്കെ ഏരിയയിൽ ബ്ലർ ചെയ്യണം, നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന കീ ഫ്രെയിം വാല്യൂ നീക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് 3 വാല്യൂസ് ഉണ്ട്. ഗ്രാഫിൽ കാണിച്ച അതേ 3 വാല്യൂസ് ആണ് ഉള്ളത്. അതിനെ നീക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, അതിനെ 30-ലോട്ട് ഡ്രാഗ് ചെയ്തിടുക. ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് അനിമേഷൻ ചെയ്യുന്നത്. ന്യൂക്കിൽ അനിമേഷൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഡാണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വ്യൂവറിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂവറിന്ന് കംപ്ലീറ്റ് ആയിട്ട് കട്ടായി പോകും. വ്യൂവറിന്ന് ട്രാൻസ്ഫോം മാത്രം കണ്ടാൽ മതിയെന്നെങ്കിൽ ട്രാൻസ്ഫോമിൽ കണക്ട് ചെയ്യാം. പക്ഷെ അതിൻ്റെ അകത്ത് ഇതാ ബ്ലർ കാണിക്കൂല, ട്രാൻസ്ഫോം വരെ ഉള്ളത്.
ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് മാത്രം കാണിക്കും, ടെക്സ്റ്റിന് താഴെയുള്ളൊന്നും കാണിക്കത്തില്ല. ട്രാൻസ്ഫോം മാത്രമാണെങ്കിൽ ടെക്സ്റ്റും ട്രാൻസ്ഫോമും കൂടെ കാണിക്കും. അപ്പോൾ ഇത് രണ്ടും ഒറ്റ ഒരു പീസായിട്ട് വെക്കുക. രണ്ടും ഒറ്റ ലെയർ. ആഫ്റ്റർ എഫക്ട്സ് ആണെങ്കിൽ ഒരു ലെയർ കൺസെപ്റ്റിലിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ബ്ലർ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബ്ലർ ഉൾപ്പെടെ നമ്മളെ അവസാനത്തെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നമുക്ക് കാണിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് റൊട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കൊടുക്കാം. ഇവിടെ ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്യുക. ഏതാണ് വേണ്ടത് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ബ്ലർ ആണെങ്കിൽ ബ്ലർ, ട്രാൻസ്ഫോം ആണെങ്കിൽ ട്രാൻസ്ഫോം, ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ്. ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിൻ്റെ അകത്ത് വേറെ ഏതെങ്കിലും പേര് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് മാത്രം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം. കണ്ടോ, പേര് നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടെ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് പേരാണെന്നുണ്ടെങ്കിൽ ആ പേര് മാത്രം എഡിറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? നമ്മൾ ആദ്യമേ പോയി പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി പ്രോപ്പർട്ടി എല്ലാം ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് എഡിറ്റ് ചെയ്യും തോറും നമ്മുടെ ഒറിജിനലിനെ ബാധിക്കത്തില്ല. മനസ്സിലായി? ഒറിജിനൽ അവിടെ തന്നെ നിൽക്കും. ബാക്കി എഡിറ്റ് ചെയ്യും നമുക്ക് ഓരോരോ സെപ്പറേറ്റ് ലെയറിനെ മാത്രം എഡിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ട്രാൻസ്ഫോമിൻ്റെ അകത്ത് നമുക്ക് റൊട്ടേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോം മാത്രം ഇവിടെ സെലക്ട് ചെയ്യുക. റൊട്ടേഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റ് കീ ഇടുക, റൊട്ടേഷൻ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തായിരിക്കും പോകുന്നത്. ഇങ്ങനെ അതാ റൊട്ടേഷൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ ഞാൻ പറയേ ഓരോന്നിലും ഓരോ സംഭവം. ഇതെല്ലാം സെപ്പറേറ്റ് ലെയർ തന്നെയാണ്. ലെയർ ആഫ്റ്റർ എഫക്ട്സിന്റെ കോൺസെപ്റ്റിൽ പറഞ്ഞാൽ എല്ലാം സെപ്പറേറ്റ് ലെയർ ആണ്. സെപ്പറേറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഒരെണ്ണത്തിന് മാത്രം എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരെണ്ണത്തിന് മാത്രം എഡിറ്റ് ചെയ്യാം. അതിന് തൊട്ട് മുകളിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതൊരു ഹൈറാർക്കി പോലെ. ഓക്കെ, ഇങ്ങനെ ഒരു ഹൈറാർക്കി പോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ആക്ച്വലി ബേസിക് ആയിട്ടുള്ളൊരു സംഭവം. ഇനി ആൽഫ ചാനൽ നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ആൽഫ ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് എ ആണെന്ന് പറഞ്ഞ ആൽഫ ചാനൽ. ഇതിൻ്റെ അകത്ത് റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ആൽഫ ഉണ്ട്, ലൂമിനൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ ബേസിക് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും RGBയോ ആൽഫയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി നമ്മൾ ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം മൊത്തത്തിൽ RGBയിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അതിന് ടെക്സ്റ്റ് വേണ്ട. ടെക്സ്റ്റിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ആൽഫ ചാനൽ ഇടാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പുറത്ത് നിന്നും ഒരു ഒബ്ജക്റ്റ് നമുക്ക് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതുണ്ടോ ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് റീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പുറത്തുനിന്ന് ഒരു ഒബ്ജക്റ്റിനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റീഡ് എന്ന് പറഞ്ഞാൽ. അല്ലാന്നുണ്ടെങ്കിൽ 6 ഷോർട്ട് കട്ട്. ജസ്റ്റ് 6 അടിക്കുക. 6 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പുറത്തു നിന്നും ഒബ്ജക്റ്റിനെ നമുക്ക് റീഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, പുറത്തു നിന്നുള്ള വെറുതെ ഇവിടെ നോഡ് ഗ്രാഫിൽ ഇവിടെ കൊണ്ടുവച്ച് 6 അടിച്ചിട്ട് കാര്യമില്ല. നോഡ് ഏരിയ അല്ലെങ്കിൽ നോഡ് ഗ്രാഫ് അതിൽ കൊണ്ടുവച്ചിട്ട് 6 അടിക്കുക. 6 അടിച്ചു കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള സീക്വൻസോ പുറത്തു നിന്നുള്ള കാര്യങ്ങളോ എല്ലാം കൊണ്ടുവരാം. പണ്ട് ഉള്ള ന്യൂക്കിൻ്റെ വെർഷൻസിലൊന്നും MOV ഒന്നും എടുക്കത്തില്ലായിരുന്നു. പുതിയ വെർഷൻസിലെല്ലാം MOV ഒക്കെ എടുക്കും, പ്രോബ്ലം ഇല്ല. പണ്ട് സീക്വൻസ് മാത്രമേ എടുക്കുള്ളായിരുന്നു. PNG, ടർഗ, ടിഫ്. സീക്വൻസ് ഒഴിച്ച് ബാക്കി ഒരു കാര്യം ഇതിൻ്റെ അകത്ത് എടുക്കത്തില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാത്തിലും നമുക്ക് മൂവി ആണെങ്കിലും ഇതിൻ്റെ അകത്ത് എടുക്കും, പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് അതിനു മുമ്പ് ഒരു റോട്ടോ പെയിന്റ് എന്ന് പറഞ്ഞ സംഭവം നോക്കാം. ഈ എക്സ്റ്റേണൽ ഇമേജ് ലോഡ് ചെയ്യണതിന് മുമ്പേ റോട്ടോ പെയിന്റ്, ROTO പെയിന്റ്, റോട്ടോ പെയിന്റ് ഒരു പ്രാവശ്യം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോട്ടോ പെയിന്റ് എന്ന് പറഞ്ഞൊരു നോഡ് ഇവിടെ ആക്റ്റീവായിട്ട് വരും. വ്യൂവറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ഓൾ സ്പ്ലൈൻസ്, സെലക്റ്റഡ് പോയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് വിശദമായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു എലിപ്സ് ടൂൾ എടുത്ത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ ഒരു ഫില്ലോട് കൂടിയാണ് ഈ ഒരു എലിപ്സ് ടൂൾ ഇപ്പം ആക്റ്റീവായിട്ട് വരുന്നത്. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് നമുക്ക് ഇതിൻ്റെ നമ്മൾ സാധാരണ ഫോട്ടോഷോപ്പിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സർക്കിൾ പോലത്തെ ഒരു ഓപ്ഷനാണ് ഈ റോട്ടോ പെയിൻറ്റിൽ വരുന്നത്. ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒപ്പാസിറ്റി ഉണ്ട് ഇവിടെ. ഓക്കെ, അതേപോലെ കളർ കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 0 ആവുമല്ലോ. ഒപ്പാസിറ്റി തൊട്ട് താഴെയുണ്ട്. ഒപ്പാസിറ്റി മാത്രമാണെങ്കിൽ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാം. അപ്പോൾ ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നോഡുണ്ട്. ആ നോഡിൻ്റെ പേരെന്താണ്, റോട്ടോ പെയിന്റ് ആണ് ആ നോഡ്. നമ്മൾ റോട്ടോ പെയിന്റ് 2 നോഡ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് റോട്ടോ പെയിന്റും ഒന്ന് റോട്ടോയും, ഒന്ന് റോട്ടോ പെയിന്റും. രണ്ടും 2 കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. റോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് വരുന്നത്. ഒരു എലിപ്സ് വരച്ചു കഴിഞ്ഞാൽ ഒരു എലിപ്സ് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്ത് എലിപ്സ് വരച്ചാലും സെയിം. ഓക്കെ, അപ്പം ഞാൻ വ്യൂവറിനെ ഒരു റോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ റോട്ടോ പെയിന്റ് കാണിച്ചു. ഇതിനെ സെലക്ട് ചെയ്ത് റോട്ടോ പെയിന്റിൽ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു നോഡുണ്ട്. ഇവിടെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇത് സെലക്ട് ചെയ്ത് 2 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 നോഡ് ഒരേ സമയം കാണാൻ പറ്റും. ഓക്കെ, ഒന്നും കൂടെ പറയാം. അതായത് നമുക്ക് ഒരേ സമയം
ഒരേ സമയം നമുക്ക് ഒരു നോഡേ കാണാൻ പറ്റുള്ളൂ. വ്യൂവറിൽ ഒരു സമയം ഒരു നോഡേ കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ നോഡ്സ്, ഞാൻ ഇതിനൊന്ന് ചെറുതാക്കട്ടെ, ഈ റോട്ടോ പെയിൻറ്റിനെ സെലക്ട് ചെയ്തിട്ട് സ്വല്പം ഒന്ന് ചെറുതായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇത് റോട്ടോ പെയിൻറ്റ് അല്ല, ഇത് റോട്ടോ പെയിൻറ്റ്. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് റോട്ടോയും ഒന്ന് റോട്ടോ പെയിൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് നോഡ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ നീക്കി വയ്ക്കാം. ഇത് റോട്ടോ, അത് മറ്റേ റോട്ടോ പെയിൻറ്റ്. ഇപ്പോൾ രണ്ട് നോഡ് ഇതിൻ്റെ അകത്തുണ്ട്, പക്ഷേ എനിക്ക് ഒറ്റ സമയം ഒറ്റ നോഡേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഒരു നോഡിനെ ഒരു വ്യൂവറിലോട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഒരു നോഡിനെ ഒരു വ്യൂവറിലോട്ട് കണക്ട് ചെയ്യുക. രണ്ടാമത്തെ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, അടുത്ത വ്യൂവറിലോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ടും രണ്ട് നോഡാണ്. ഇത് രണ്ടും എനിക്ക് ഒരുമിച്ച് ഒറ്റ വ്യൂവറിൽ കാണണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഒരു നോഡിൽ ഒരു വ്യൂവറിനെ കണക്ട് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് രണ്ടാമത്തേൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 2 അടിച്ചു കൊടുക്കുക. 1 2 1 2 1 2. അപ്പോൾ രണ്ടും രണ്ട് ഇതായിട്ട് കാണാൻ പറ്റും. ഒരേ സമയം തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് മൂന്നാമത് എനിക്ക് ഒരെണ്ണം വേണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വ്യൂവറിനെ ഡിസ്കണക്ട് ചെയ്യണേ. കണക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് റോട്ടോ അടിച്ചു. റോട്ടോ നമുക്ക് ഇങ്ങനെ വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ, ROTO റോട്ടോയിൽ ക്ലിക്ക് ചെയ്തു. ആ റോട്ടോയുടെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഞാനിങ്ങനെ വേറെ ഷേപ്പ് വരയ്ക്കാം. റെക്റ്റാങ്കിൾ വരച്ച് വെച്ചു ഇങ്ങനെ. ഓക്കെ, റെക്റ്റാങ്കിൾ വരച്ച് വെച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഒന്ന് റോട്ടോ പെയിൻറ്റ്, ഒന്ന് റോട്ടോ ആൽഫ. 3 എണ്ണം ഉണ്ട് അല്ലേ? എനിക്ക് ഇത് ഒരു സമയം ഒരെണ്ണേ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് കണ്ടല്ലോ, ഒരു സമയം ഒരെണ്ണേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് 3 എണ്ണം ഉണ്ട്. അതിൻ്റെ ഓവർലേ ഒക്കെ കിടക്കും ഇതിൻ്റെ അകത്ത്. പക്ഷേ എനിക്ക് 3 എണ്ണം ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് വയ്ക്കുന്നു. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, രണ്ടാമത് സെലക്ട് ചെയ്യുന്നു. 2 1 and 2 1 and 2 1 2 1 2. ഓക്കെ, ഇതിന് അടുത്ത ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് വയ്ക്കുക, റോട്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക. 3 1 2 3 1 2 3 1 2 3. മനസ്സിലായ സംഭവം? ഒരു സമയത്ത് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് എനിക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി മാത്രം തൽക്കാലത്തെ ഒരു കാണാൻ വേണ്ടി, അല്ലാതെ നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. ഇപ്പം തൽക്കാലം കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് 3 അടിച്ചു കഴിഞ്ഞാൽ കീബോർഡിൽ വേറെ ഒബ്ജക്റ്റ് 2 അടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒബ്ജക്റ്റ് കാണിക്കും. 1 2 3. ഓക്കെ, ഡിസ്കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്കണക്ട് ചെയ്ത് കളയുക. വീണ്ടും ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഒന്നേ ഉള്ളൂ, അത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, 2 ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, അടുത്തിൽ ക്ലിക്ക് ചെയ്യുക, 3 1 2 3. അപ്പോൾ 1ൽ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് കാണിക്കും, സെക്കൻഡ് രണ്ടാമത്തെ കാണിക്കും, മൂന്നാമത്തെ 1 2 3. 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, 1 ആണെങ്കിൽ 1. ഓക്കെ, അപ്പോൾ എത്രയും സംഭവങ്ങളുണ്ട്. ഇനി വേണമെങ്കിൽ ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോപ്പർട്ടി അടുത്തതിൽ കാണിക്കും. മനസ്സിലായില്ലേ? അപ്പം 3 എണ്ണം ഒരുമിച്ച് ഒറ്റ വ്യൂവറിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, 1 അടിക്കുക, 2 അടിക്കുക, 3 അടിക്കുക, എത്ര വേണോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 3 എന്നല്ല, എന്തൊക്കെ നോഡുണ്ട് അത്ര. ഇപ്പോൾ ബ്ലർ ആണെന്നുണ്ടെങ്കിൽ ബ്ലറിന് ഞാൻ 4 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബ്ലർ 4ലായിരിക്കും വർക്ക് ചെയ്യണത്. 1 2 3 4. ബ്ലറിൻ്റെ അകത്തൊന്നും ഇല്ല, ഇൻഫർമേഷൻ ഒന്നുമില്ല, വെറും ബ്ലർ അടിച്ച് വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അതിൻ്റെ അകത്തൊന്ന് കാണിക്കാത്ത. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇനി ഞാൻ ഇതിനെ ഡിസ്കണക്ട് ചെയ്തു, കംപ്ലീറ്റ് ഡിസ്കണക്ട് ചെയ്തു. ഇനി ഞാൻ റോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു പർട്ടിക്കുലർ റോട്ടോ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അടിച്ചു കഴിഞ്ഞാൽ ആൽഫ ചാനൽ കാണിക്കുക. ഇവിടെ RGB, റെഡ്, ഗ്രീന്, ബ്ലൂ, ആൽഫ. അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആൽഫ ചാനൽ കാണിക്കും. RGB അവിടെ നിന്നോട്ടെ, റെഡും ഗ്രീനും ബ്ലൂ ഒക്കെ എങ്ങനെ എടുക്കണം നമുക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഫോട്ടോഷോപ്പിൽ കണ്ടല്ലോ കളർ ചാനൽസ് പോലെ, റെഡ് സെപ്പറേറ്റ്, ഗ്രീന് സെപ്പറേറ്റ്, ബ്ലൂ സെപ്പറേറ്റ്, ആൽഫ സെപ്പറേറ്റ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പിന്നെ എല്ലാം കൂടെ RGB ആൻഡ് ദെൻ ആൽഫ. RGB ആൽഫ. ഓക്കെ, RGB ആൽഫ. ഇപ്പോൾ വെറും RGB ആണെങ്കിൽ വെറും RGB. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നൺ RGB റെഡ് എന്താണ്, RGB ഗ്രീൻ എന്താണ്, RGB ബ്ലൂ എന്താണ്, വെറും RGB എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിൽ നോക്കാം.